ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. എന്നാലും ഒരു പോളിസി എടുക്കാത്തവരായിരിക്കും ഭൂരിഭാഗം ആളുകളും. മെഡിക്കൽ എക്സ്പെൻസസ് വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എന്തുകൊണ്ടും അത്യാവശ്യമാണ്. ഇനി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണോ വേണ്ടയോ എന്ന് സംശയമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഒരു സംശയവും വേണ്ട. ഏതൊരാളും തീർച്ചയായും എടുത്തിരിക്കേണ്ട ഒന്നാണ് ഹെൽത്ത് ഇൻഷുറൻസ് അഥവാ മെഡിക്കൽ ഇൻഷുറൻസ്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, ഞാൻ എങ്ങനെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തത് എന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും കാണുക. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഫിൻടോക്സ് ബൈ അരുൺ. ഫിനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ്? നമുക്കറിയാം, ഇന്ന് ആശുപത്രി ചെലവുകൾ വർദ്ധിച്ചു വരികയാണ്. ഒന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയോ എന്തെങ്കിലും അപകടം സംഭവിക്കുകയോ ചെയ്താൽ ലക്ഷങ്ങളായിരിക്കും ഹോസ്പിറ്റലിൽ ചിലവാക്കേണ്ടി വരുന്നത്. ഇങ്ങനെ നമ്മൾക്ക് വരുന്ന അപ്രതീക്ഷിതമായ വലിയ സാമ്പത്തിക ബാധ്യതകൾ ഒഴിവാക്കാനാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത്. നമ്മളെപ്പോലുള്ള നിരവധി ആൾക്കാർ ചെറിയൊരു പ്രീമിയം തുക ഒരു ഇൻഷുറൻസ് കമ്പനിയെ ഏൽപ്പിക്കുന്നു. അവർ അപകടമോ അത്യാവശ്യമോ സംഭവിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമായി ഇതിൽ നിന്നും പൈസ നൽകുന്നു. ആകെ ഇൻഷുറൻസ് എടുത്ത ആൾക്കാരുടെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം താരതമ്യേന കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കമ്പനിക്കും ഇത് ലാഭമാണ്. ഇൻഷുറൻസ് എടുത്ത ആൾക്കാർക്ക് വലിയ ഹോസ്പിറ്റൽ ബിൽ അടക്കാതെ വരുന്നതുകൊണ്ട് ആളുകൾക്കും അത് ലാഭമാണ്. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രാധാന്യം? നമ്മൾ കുറേ വർഷങ്ങൾ കഷ്ടപ്പെട്ടിട്ടായിരിക്കും കുറച്ച് പണം നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത്. ഇത് പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ മാറ്റി വെച്ചതായിരിക്കാം. പക്ഷേ ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ അത് പിന്നീട് നോക്കാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ സേവ് ചെയ്ത് വെച്ച എമൗണ്ട് മുഴുവൻ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി മറ്റൊരു സിനാരിയോ പറയുകയാണെങ്കിൽ, നമ്മുടെ കയ്യിൽ പണമില്ല എന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് മറ്റു പലരെയും വിളിച്ച് കടം ചോദിക്കേണ്ടതായിട്ട് വരികയും ചികിത്സ വൈകാനും സാധ്യതയുണ്ട്. ഇനി ചിലർ വിചാരിക്കുന്നത്, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി എനിക്ക് ഇൻഷുറൻസ് തരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇൻഷുറൻസ് എടുക്കേണ്ടതില്ല എന്നാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടെന്നത് സംശയമാണ്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർ തീർച്ചയായും ഒരു പേഴ്സണൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഒട്ടുമിക്ക എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളും 30 ദിവസം മുതൽ 3 വർഷം വരെ വെയിറ്റിംഗ് പീരീഡ് പറയാറുണ്ട്. പല അസുഖങ്ങൾക്കും ഇത് വ്യത്യസ്തമായിരിക്കും. എന്നാലും ഈ വെയിറ്റിംഗ് പീരീഡിലാണ് നിങ്ങൾക്കൊരു അത്യാവശ്യം വരുന്നതെങ്കിലോ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കേണ്ടതാണ്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളും IRDAI അഥവാ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് വരുന്നത്. എന്നാലും ഇന്ന് നിലവിലുള്ള എല്ലാ ഇൻഷുറൻസുകളും കമ്പയർ ചെയ്ത് വേണം നല്ലൊരു ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാൻ. ഒന്നാമത്താണ് ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ. ഇൻഷുറൻസ് കമ്പനികൾ അവർക്ക് കിട്ടിയ ടോട്ടൽ ക്ലെയിംസിൽ നിന്നും എത്ര ക്ലെയിംസ് പേയ്മെൻറ്റ് സെറ്റിൽമെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ എപ്പോഴും കൂടുതലുള്ളത് പരിഗണിക്കാൻ ശ്രദ്ധിക്കുക. ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ 95% മുകളിലുള്ളതെങ്കിൽ സെലക്ട് ചെയ്യുക. ഈ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ കഴിഞ്ഞ വർഷങ്ങളിലെയും കഴിഞ്ഞ ക്വാർട്ടറുകളിലെയും പരിശോധിച്ച് മാത്രം സെലക്ട് ചെയ്യുക. രണ്ടാമതായിട്ടുള്ളത് ക്യാഷ്ലെസ് ഹോസ്പിറ്റൽസ് അഥവാ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ്. അതായത് നിങ്ങൾ അഡ്മിറ്റ് ആവാൻ സാധ്യതയുള്ള ഹോസ്പിറ്റൽസ് നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ടൈപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇങ്ങനെ ടൈപ്പ് ഉള്ള ഹോസ്പിറ്റൽസിനെയാണ് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഈ ടൈപ്പ് ഉള്ള ഹോസ്പിറ്റലുകളിൽ നിങ്ങളുടെ ഇൻഷുറൻസ് ഡീറ്റെയിൽസ് ആദ്യമേ കൊടുക്കുകയാണെങ്കിൽ ഹോസ്പിറ്റൽ ബില്ലുകളൊക്കെ അവർ നേരിട്ട് ഇൻഷുറൻസ് കമ്പനിക്ക് അയച്ചു കൊടുക്കുകയും ഇൻഷുറൻസ് കമ്പനി അത് വെരിഫൈ ചെയ്തിട്ട് ബില്ലുകളൊക്കെ ഡയറക്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്യും. എന്നാൽ ടൈപ്പ് ഇല്ലാത്ത ഹോസ്പിറ്റലിലാണെങ്കിൽ നിങ്ങൾ ആദ്യമേ പേയ്മെൻറ്റ് ചെയ്യുകയും പിന്നീട് ബില്ലുകളെല്ലാം ഇൻഷുറൻസ് കമ്പനിയിൽ സബ്മിറ്റ് ചെയ്ത് റീഇംബേഴ്സ്മെൻറ്റ് വാങ്ങേണ്ടതായിട്ടും വരും. റീസെൻ്റ്ലി IRDAI ഒരു പുതിയ റെഗുലേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഏത് ഹോസ്പിറ്റലാണെങ്കിലും ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ഇൻഷുറൻസ് കമ്പനികൾ തയ്യാറാവണം എന്നാണ് ആ ചേഞ്ച്. ക്യാഷ്ലെസ് എനിവെയർ ഫെസിലിറ്റി. എന്നാൽ പ്ലാൻഡ് ആയിട്ടുള്ള സർജറിയോ ട്രീറ്റ്മെൻറ്റോ ആണെങ്കിൽ 2 ദിവസം മുമ്പ് ഇൻഷുറൻസ് കമ്പനിയെ അറിയിച്ചിരിക്കണം. ഈ ക്യാഷ്ലെസ് എനിവെയർ ഫെസിലിറ്റി എല്ലാ ഹോസ്പിറ്റലുകളും ഇൻഷുറൻസ് കമ്പനികൾ അംഗീകരിച്ചിട്ടില്ല. ഇനഫ് കവറേജ് ആൻഡ് നോ ക്ലെയിം ബോണസ് ആണ് മൂന്നാമത്തെ പോയിന്റ്. കുട്ടികൾക്കാണെങ്കിൽ മിനിമം ഒരു 5 ലക്ഷം, ചെറുപ്പക്കാർക്കാണെങ്കിൽ മിനിമം 10 ലക്ഷം, മുതിർന്നവർക്കാണെങ്കിൽ മിനിമം ഒരു 15 ലക്ഷം രൂപയുടെ കവറേജ് എങ്കിലും വേണം ഒരു പോളിസി എടുക്കുമ്പോൾ. ഇനി ചില ഇൻഷുറൻസുകൾ നോ ക്ലെയിം ബോണസുകൾ പ്രൊവൈഡ് ചെയ്യും. അതായത് 10 ലക്ഷത്തിൻ്റെ ഒരു പോളിസി എടുത്ത് 2 വർഷത്തേക്ക് ക്ലെയിം ഒന്നും ചെയ്തില്ല എങ്കിൽ 10 ലക്ഷത്തിന് പകരം 20 ലക്ഷം രൂപയുടെ കവറേജ് തരുന്ന പോളിസികളാണിവ. അതുപോലെ നിങ്ങളുടെ പോളിസിയിൽ ചില അസുഖങ്ങൾക്ക് സബ്ലിമിറ്റോ എക്സ്ക്ലൂഷനോ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇത്തരം എക്സ്ക്ലൂഷനോ സബ്ലിമിറ്റോ ഉണ്ടെങ്കിൽ ഒരു അധിക തുക നൽകിക്കൊണ്ട് അത്തരം അസുഖങ്ങൾക്ക് കവറേജ് നൽകുന്ന അഡീഷണൽ ആഡ് ഓണുകൾ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്.
മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഹോസ്പിറ്റൽ റൂം എലിജിബിലിറ്റി. സപ്പോസ് നിങ്ങൾ ഒരുപാട് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെന്ന് വിചാരിക്കുക. എങ്കിൽ ഏറ്റവും കൂടുതൽ പണം ചിലവാകുന്നത് റൂം റെൻറ്റിനാണ്. സോ മെഡിക്കൽ ഇൻഷുറൻസിൽ റൂം റെൻറ്റ് കവർ ചെയ്യുന്നുണ്ടോ എന്നും അതിനെന്തെങ്കിലും ക്യാപ്പ് ഉണ്ടോ എന്നും ശ്രദ്ധിക്കണം. ഒരു ദിവസം 1000 രൂപ അല്ലെങ്കിൽ 50% റൂം റെൻറ്റ് എന്നൊക്കെ പറയുന്ന ക്ലോസുകൾ നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസിയിലുണ്ടെങ്കിൽ അതിനെയാണ് റൂം റെൻറ്റ് ക്യാപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അഡീഷണൽ തുക നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മൾ നൽകേണ്ടതായിട്ട് വരും. ചില പോളിസികളിൽ അവർ ഷെയർഡ് റൂം മാത്രമേ പെർമിറ്റ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ മിനിമം ഒരു സിംഗിൾ പ്രൈവറ്റ് റൂമെങ്കിലും ഉള്ള ഒരു ഇൻഷുറൻസ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു പോയിന്റാണ് വെയിറ്റിംഗ് പീരീഡ്. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഉള്ളവർ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ വെയിറ്റിംഗ് പീരീഡ്. ഡയബറ്റിസ്, BP, തൈറോയിഡ് തുടങ്ങിയ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഉള്ളവർക്ക് ഈ വെയിറ്റിംഗ് പീരീഡിന് ശേഷമുള്ള ട്രീറ്റ്മെൻറ്റ്സിന് മാത്രമേ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സാധാരണ ഈ വെയിറ്റിംഗ് പീരീഡ് 3 മാസം മുതൽ 3 വർഷം വരെയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇൻഷുറൻസ് എടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഫാമിലി ഫ്ലോട്ടർ പോളിസി. ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവർക്കും ആവശ്യമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലെ എല്ലാവർക്കും പ്രത്യേകം ഇൻഷുറൻസ് എടുക്കുന്നതിന് പകരം ഒരു ഇൻഷുറൻസിൽ തന്നെ ഫാമിലിയിലെ എല്ലാവരെയും കവർ ചെയ്തുകൊണ്ടുള്ള ഇൻഷുറൻസിനെയാണ് ഫാമിലി ഫ്ലോട്ടർ പോളിസി എന്നുകൊണ്ട് പറയുന്നത്. അതായത് നിങ്ങളൊരു 10 ലക്ഷം രൂപയുടെ ഫാമിലി ഫ്ലോട്ടർ പോളിസി എടുക്കുകയാണെങ്കിൽ പോളിസി ഹോൾഡർ, നിങ്ങളുടെ സ്പൗസ്, കുട്ടികൾ, പാരൻസ്, നിങ്ങൾ ആർക്ക് അപകടം സംഭവിച്ചാലും ഈ 10 ലക്ഷം രൂപ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ പാരൻസ് 50 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ അവരെ ഈ ഫാമിലി ഫ്ലോട്ടറിൽ ഇൻക്ലൂഡ് ചെയ്യാതെ അവർക്ക് സെപ്പറേറ്റ് പോളിസി എടുത്തു കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഫാമിലി ഫ്ലോട്ടർ പോളിസിയുടെ പ്രീമിയം ഏറ്റവും മുതിർന്ന ആളുടെ വയസ്സിനനുസരിച്ചായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പോളിസി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവർ. ഒരു സർജറിയൊക്കെ ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ കാണിക്കുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം ഒന്നിൽ കൂടുതൽ തവണ ഹോസ്പിറ്റലിൽ ചെക്കപ്പും മറ്റുമായി കാണിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഒരു 30 ദിവസമെങ്കിലും പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവറുള്ള പോളിസികൾ എടുക്കുന്നതായിരിക്കും നല്ലത്. അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡേ കെയർ ട്രീറ്റ്മെൻറ്റുകൾ. പ്രായമായിട്ടുള്ള ആളുകൾക്കാണ് ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് ഉൾപ്പെടുന്ന ഇൻഷുറൻസുകൾ എടുക്കുന്നതാണ് നല്ലത്. 24 മണിക്കൂറിനുള്ളിൽ സർജറിയോ മറ്റ് ട്രീറ്റ്മെൻറ്റുകളോ ചെയ്ത് പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന സൗകര്യത്തിനെയാണ് ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എല്ലാ പോളിസികളിലും ഈ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് സൗകര്യം ഉണ്ടാവണമെന്നില്ല. കാറ്ററാക്ട് സർജറി പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഡേ കെയർ ട്രീറ്റ്മെൻറ്റിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡേ കെയർ ട്രീറ്റ്മെൻറ്റുകൾ കവർ ചെയ്യുന്ന ഇൻഷുറൻസ് പോളിസികൾ എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ വീട്ടിൽ വന്ന് ചികിത്സിച്ച് പോകുന്ന സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രായമായ ആളുകൾക്കുള്ള ഇൻഷുറൻസ് ആണെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ അറ്റ് ഹോം ഫീച്ചർ ഉള്ള ഇൻഷുറൻസ് എടുക്കുന്നതായിരിക്കും നല്ലത്. മറ്റൊരു പോയിന്റാണ് മെറ്റേണിറ്റി ആൻഡ് ചൈൽഡ് കവർ. ഇനി നിങ്ങൾ ഫാമിലി പ്ലാനിംഗ് ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മെറ്റേണിറ്റി എക്സ്പെൻസസ് കവർ ചെയ്യുന്ന പോളിസി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഡെലിവറി എക്സ്പെൻസസ് കവർ ചെയ്യുകയും ജനിക്കുന്ന കുട്ടിയെ ഡേ 1 മുതൽ പോളിസിയിൽ ചേർക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള പോളിസികൾ ഇന്ന് നിലവിലുണ്ട്. അടുത്തതാണ് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റുകൾ. നടുവേദന, മുട്ടുവേദന പോലുള്ള അസുഖങ്ങൾക്ക് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റുകൾ പ്രിഫർ ചെയ്യുന്ന ആളുകളുണ്ടാവും. അത്തരത്തിലുള്ള ആൾക്കാർ ആയുഷ് കെയർ ഫെസിലിറ്റി ഉള്ള പോളിസി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കോപേ ക്ലോസ്. കോപേ ക്ലോസ് എന്ന് പറഞ്ഞാൽ മുഴുവൻ മെഡിക്കൽ എക്സ്പെൻസസും ഇൻഷുറൻസ് കമ്പനി തന്നെ പേ ചെയ്യാതെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് നമ്മുടെ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടതായിട്ട് വരുന്ന രീതിയാണ് കോപേ ക്ലോസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു 80% ഇൻഷുറൻസ് കമ്പനി അടക്കുകയും ബാക്കിയുള്ള 20% നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്ന രീതി. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കോപേ ക്ലോസ് ഉള്ള പോളിസികൾക്ക് പൊതുവെ പ്രീമിയം കുറവായിരിക്കും. സോ പ്രീമിയം കുറവായതുകൊണ്ട് തന്നെ ചാടിക്കേറി എടുക്കാതെ കോപേ ക്ലോസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇൻഷുറൻസ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി പ്രീമിയം ഒട്ടും നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ കോപേ ക്ലോസ് ഉള്ള ഇൻഷുറൻസ് എടുത്താലും തെറ്റില്ല. മറ്റൊരു പോയിന്റാണ് ആംബുലൻസ് ചാർജസ്. ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാലോ വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴോ ആംബുലൻസ് ആവശ്യമായി വരാം. ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം മുൻകരുതൽ എടുക്കുന്നതാണ് നല്ലത്. സോ ആംബുലൻസ് ചാർജസ് ഒക്കെ കവർ ചെയ്യുന്ന ഇൻഷുറൻസ് തന്നെ ചൂസ് ചെയ്യുക. ഇനി എങ്ങനെയാണ് ഒരു ഇൻഷുറൻസ് പോളിസി പർച്ചേസ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇപ്പോൾ പറഞ്ഞ പോയിന്റുകളൊക്കെ വെച്ച് നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യുക. എന്നിട്ട് പോളിസി ബസാർ പോലുള്ള വെബ്സൈറ്റുകളിൽ കയറി നിങ്ങളുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് പോളിസീസ് കമ്പയർ ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. അതുപോലെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ കൂടുതലുള്ള പോളിസീസ് ഒക്കെ ഫിൽട്ടർ ചെയ്ത് നോക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പോളിസി ബസാർ പോലുള്ള സൈറ്റുകളിൽ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു കസ്റ്റമർ എക്സിക്യൂട്ടീവ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയും പോളിസി എടുക്കാൻ മാക്സിമം നിർബന്ധിക്കാനും സാധ്യതയുണ്ട്. സോ അവരുടെ കസ്റ്റമർ എക്സിക്യൂട്ടീവ് നിങ്ങളെ വിളിച്ചുകൊണ്ടേയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവരോട് പറയാം എനിക്ക് ഇത് സെലക്ട് ചെയ്യാൻ കൂടുതൽ സമയം ആവശ്യമാണ് എന്ന്. ഇനി ഞാൻ എങ്ങനെയാണ് ഇൻഷുറൻസ് എടുത്തത് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഇത്തരത്തിലുള്ള
കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഡിറ്റോ ഇൻഷുറൻസ് വഴിയാണ് ഇൻഷുറൻസ് സെലക്ട് ചെയ്തത്. വീണ്ടും പറയുന്നു, ഇതും ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. ഞാൻ ഡിറ്റോ ഇൻഷുറൻസിൻ്റെ ഓൺലൈൻ വെബ്സൈറ്റിൽ കയറി എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റും ടൈമും ചൂസ് ചെയ്ത് ആ സമയത്ത് എൻ്റെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നീട് എൻ്റെ റിക്വയർമെൻറ്റ്സ് അവരുടെ ഒരു ഏജൻറ്റിനോട് ക്ലിയറായി പറയുകയും അതിനനുസരിച്ച് 2-3 പോളിസീസ് എനിക്ക് കമ്പയർ ചെയ്ത് തരികയും ചെയ്തു. ഇതിൽ നിന്നും എനിക്ക് ഓക്കെ എന്ന് തോന്നിയ ഒരു ഇൻഷുറൻസ് ഞാൻ ചൂസ് ചെയ്യുകയായിരുന്നു. ഞാൻ ഡിസൈഡ് ചെയ്യാനായിട്ട് കുറച്ചധികം നാൾ എടുത്തിരുന്നെങ്കിലും ഡിറ്റോ ഇൻഷുറൻസിൻ്റെ ഭാഗത്തു നിന്നും വിളിച്ച് ശല്യപ്പെടുത്തലുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഓൺലൈൻ ഒന്നും അല്ലാതെ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ഇൻഷുറൻസ് ഏജൻറ്റ് ത്രൂ ആണ് എടുക്കുന്നതെങ്കിലും തെറ്റില്ല. പക്ഷേ ഇത്രയും പോയിൻറ്റ്സുകൾ ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ചതിന് ശേഷം മാത്രം ചൂസ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ഓൾ.